ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈൽ നമ്മൾ വാങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിൽ ഒട്ടനേകം നമുക്ക് ഉപയോഗപ്രദമല്ലാത്ത ഒരുപാട് ആപ്ലിക്കേഷനുകൾ നമ്മുടെ കമ്പനി നിർമ്മാതാക്കൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവാം. എന്നാൽ അത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കില്ല. അവ നമുക്ക് ഡിസേബിൾ ചെയ്ത് കളയാൻ മാത്രമായിരിക്കും നിങ്ങൾക്ക് സാധിക്കുക. എന്നാൽ റൂട്ട് ചെയ്ത മൊബൈലുകളാണെങ്കിൽ നിങ്ങൾക്ക് സിസ്റ്റം ആപ്സുകളെല്ലാം തന്നെ റിമൂവ് ചെയ്യുവാനും സാധിക്കും. റൂട്ട് ചെയ്യാത്ത മൊബൈലുകളിൽ നിങ്ങൾക്കതിന് സാധ്യമല്ല. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഇവിടെ ഷെയർ ചെയ്യുന്നത് നമുക്ക് അതുപോലുള്ള ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകളെ എങ്ങനെ നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിൽ നിന്നും റൂട്ട് ചെയ്യാതെ തന്നെ റിമൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ചെറിയ ഒരു വീഡിയോ ആണ്. ഇതിനായിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ സഹായം കൂടി നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളിവിടെ കാണുന്ന റേഡിയോ അല്ലെങ്കിൽ ഹെൽപ്പ് അതുപോലുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇപ്പോൾ ഒരുപാട് ആപ്സുകൾ ഞാൻ കളഞ്ഞതാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ രീതിയിൽ കാണിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കളയണം എന്ന് തോന്നുകയാണെങ്കിൽ ഇത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ തരുന്ന ലിങ്കിൽ നിന്നും ചെറിയ ഒരു ആപ്ലിക്കേഷൻ, വളരെ ഒരു 1.6 MB മാത്രം സൈസിലുള്ള ഒരു കമ്പ്യൂട്ടറിലേക്കുള്ള ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. ശേഷം നിങ്ങളുടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് സെറ്റിങ്സിൽ നിന്നും ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ഇതിൽ USB ഡീബഗിംഗ് എന്നുള്ള ഭാഗം ഓൺ ആണ് എന്ന് ഉറപ്പുവരുത്തുക. ശേഷം നമുക്ക് ഈ ആപ്ലിക്കേഷന് നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അതിന് മുന്നേ നിങ്ങളുടെ കമ്പ്യൂട്ടറുമായിട്ട് നിങ്ങളുടെ ഡാറ്റ കേബിളുകൾ വഴി നിങ്ങളുടെ മൊബൈൽ കണക്ട് ചെയ്തിരിക്കണം. ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ചെറിയൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇതുപോലെ ചെറിയൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ആദ്യം കാണിക്കും. ഇത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാൽ അത് നിങ്ങളുടെ മൊബൈലിന് തകരാറാകും എന്നുള്ള ഒരു ചെറിയ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കും. ശേഷം അത് ഓക്കെ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ ആയിട്ട് കാണുന്ന ക്ലിക്ക് ഹെയർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങളുടെ മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ആയിരിക്കുന്ന എല്ലാ ആപ്സുകളും അതുവരെ നിങ്ങൾക്ക് ഇതുവരെയുള്ള നിങ്ങളുടെ മൊബൈലിലുള്ള ഓരോ ആപ്ലിക്കേഷൻ്റെയും APK നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതായത് നമുക്ക് പൊതുവെ കാണാൻ പറ്റാത്ത രീതിയിലുള്ള APK പോലും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്കതെങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് നോക്കാം. അടുത്തതായിട്ട് ഞാൻ ഇതിൽ കളയാൻ പോകുന്നത്, ഇപ്പോൾ എൻ്റെ സിസ്റ്റം ആപ്സുകളൊക്കെ ഞാൻ ഡിസേബിൾ കളഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് ഒരു ആപ്സ് ഞാനിപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്കിവിടെ ഷോ ചെയ്യാത്ത ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇപ്പോൾ ഉദാഹരണത്തിന് മൈ ആപ്സ് സെക്ഷനിൽ നിങ്ങൾക്ക് ബ്ലർബ് ചെക്കൗട്ട് എന്നുള്ളൊരു ഭാഗം നിങ്ങൾക്ക് കാണാം. ഇത് നമുക്ക് അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ മാത്രമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കുന്നില്ല. ഇത് സാംസങ്ങിൻ്റെ തന്നെ ഉള്ളൊരു ആപ്ലിക്കേഷനാണ്, എന്നാൽ മറിച്ച് മറ്റുള്ള മൊബൈലുകളിൽ ഉണ്ടാവില്ല. നമുക്ക് എങ്ങനെ കളയാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഇതിൽ തപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ബ്ലർബ് APK എന്നുള്ളൊരു ഭാഗം നിങ്ങൾക്ക് കാണാം. അത് ജസ്റ്റ് ടിക്ക് കൊടുക്കുക. ശേഷം ഇവിടെയായിട്ട് റിമൂവ് എന്നുള്ളൊരു ഭാഗം നിങ്ങൾക്ക് കാണാം. റിമൂവ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഇത് നിങ്ങളുടെ മൊബൈലിൻ്റെ ഏതെങ്കിലും പ്രവർത്തനത്തെ ബാധിക്കും എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. യെസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ശേഷം അപ്ലൈ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പം അല്പസമയം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് റിമൂവിങ് ആപ്ലിക്കേഷൻ ഓൺ ഡാറ്റ എന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഫിനിഷ്ഡ് എന്നുള്ള ഭാഗം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ആപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ അവിടെ നിന്നും ബ്ലർബ് എന്നുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് നേരത്തെ ഫസ്റ്റ് തന്നെ കണ്ടിരുന്നു. ഇപ്പോൾ അത് പോയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ഓരോ ആപ്സുകളും നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ മൊബൈൽ റൂട്ട് ചെയ്തതല്ല എങ്കിൽ തന്നെ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുവാനായിട്ട് ഈ ഒരു രീതി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. നന്ദി, മേഡം.